ഇത് കേരള ചരിത്രത്തിൽ അങ്ങനെയുണ്ടോ? അപ്പോൾ എന്തെല്ലാം അധികാരം ഉപയോഗിക്കുന്നു? സംസ്ഥാന സർക്കാരിന് വേണ്ടി കക്ഷി അതിനകത്ത് അവിടെ വേണ്ടി ഹാജരാക്കി സീനിയർ ലോയറെ കൊണ്ടുവന്നു, എല്ലാം കൂടെ കൂട്ടുന്നു. CBI സാധാരണ നോട്ടീസ് കിട്ടിക്കഴിയുമ്പോഴേ വരാറുള്ളൂ. അപ്പോൾ ഏകപക്ഷീയമായിട്ട് നിന്ന് സുപ്രീം കോടതി തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റേ മേടിക്കാം, ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ മേടിക്കാമെന്ന വ്യാമോഹമാണ് ഇവിടെ പരാജയപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ കവിറ്റ് ഫയൽ ചെയ്ത് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാതിരിക്കാൻ വേണ്ടി CBIയുടെ FIRമായിട്ട് സുപ്രീം കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കിയത്. അപ്പം തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ FIRൽ പറയുന്ന ക്രൈം നമ്പറും ഒഫൻസും അഴിമതി നിരോധനപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായ ഡീറ്റെയിലായിട്ട് കോട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഉത്തരവിൽ. അപ്പോൾ ഇവർ കൊടുത്ത സ്പെഷ്യലി പെറ്റീഷനിലുണ്ടോ? ഇല്ല, അവർക്ക് ആവശ്യം. എന്നിട്ടും ഇത് സ്റ്റേ ചെയ്തതിൻ്റെ ഇടയിൽ ഹൈക്കോടതി ഉത്തരവും കൂടെ സ്റ്റേ ചെയ്യണമെന്ന് പറയും. അത് സാധ്യമല്ല, ഇത് ഈ FIR സ്റ്റേ ചെയ്യുള്ളൂ എന്ന് പറയും. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ നിയമപരമായി കോടതി ലക്ഷ്യ കേസ് ഹൈക്കോടതി അപമാനിച്ചതിന് ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ളൊരു വ്യക്തി മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതി കൊടുത്തിരിക്കുന്നു. എന്ത്? ഹൈക്കോടതി സ്വാധീനിച്ച് അനുകൂല ബെഞ്ചിൽ ഹർജി ഫയൽ ചെയ്ത് ഉത്തരവ് വാങ്ങിച്ചു. അപ്പോൾ ആ ഉത്തരവിട്ട ജഡ്ജി ജില്ലാ ജഡ്ജിയായിരുന്നു. 2018 ഞാൻ ഹർജി കൊടുത്തു. വിധി വരുന്നത് 2025 ഏപ്രിൽ 11 അപ്പോൾ അതായത് ജസ്റ്റിസ് K. ബാബു ജഡ്ജിന് മുമ്പ് 7 ജഡ്ജിമാർ ഇത് കേട്ടെന്നുള്ള ഡാറ്റാസ് ഇതുണ്ടോ? ഹൈക്കോടതിൻ്റെ ഡാറ്റാസാണ് 7 ജഡ്ജിമാർ കേട്ടത് ഈ കേസ് കേട്ടത്. ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിതല്ല. ഇത് ഒപ്പിട്ട് ചുമ്മാ കിടക്കുന്നതല്ല. KM എബ്രഹാമിനെതിരായ കേസിൽ ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയ കത്തിൽ പറയുന്നത് കള്ളം. KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നത് കള്ളം എന്നീ കാര്യങ്ങൾ പൊതുപ്രവർത്തകനായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കൽ, ആ കേസിലെ പരാതിക്കാരൻ ഹർജിക്കാരൻ ആരോപിക്കുകയായിരുന്നു. ഇപ്പോൾ തത്സമയം